ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് വിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറാത്ത പാലസിലാട്ടോ. തഞ്ചാവൂരുള്ള മറാത്ത പാലസിലാണ്. അതിമനോഹരമായ ചില കാഴ്ചകളുണ്ട്. അങ്ങോട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ചില കൊട്ടാരങ്ങളൊക്കെ ആട്ടോ ഇത്. അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് നല്ല ഭംഗിയായിട്ട്. നമുക്ക് കാഴ്ചകളിലേക്ക്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന മറാത്ത കൊട്ടാരത്തിന് വലിയൊരു ചരിത്രം തന്നെയുണ്ട്. AD 7-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു തഞ്ചാവൂർ. ഈ തലസ്ഥാന നഗരിയിൽ 2 കോട്ടകളായിരുന്നു ഉണ്ടായിരുന്നത്, ചിന്നക്കോട്ടയും വലിയ കോട്ടയും. അതിൽ വലിയ കോട്ട ഇരിക്കുന്ന സ്ഥലത്താണ് ഇന്നത്തെ മറാത്ത പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1279-ൽ ചോള രാജാക്കന്മാരുടെ പതനത്തിന് ശേഷം അവിടെ പാണ്ഡ്യ രാജാക്കന്മാർ നിലവിൽ വന്നു. ഏതാനും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പാണ്ഡ്യ രാജവംശത്തിന്റെ പതനത്തിന് ശേഷം സേവപ്പ നായിക്ക് തഞ്ചാവൂർ പിടിച്ചടക്കി. അത് 1532-ലായിരുന്നു. അങ്ങനെ തഞ്ചാവൂർ നായക് രാജവംശത്തിലെ ഭരണാധികാരികളാണ് തഞ്ചാവൂർ മറാത്ത കൊട്ടാരം ആദ്യം നിർമ്മിച്ചത്. അങ്ങനെ 1534-ൽ ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ച് 1535-ൽ ഇത് പൂർത്തിയായി. അന്ന് ഈ കൊട്ടാരത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന പേര് ശിവഗംഗൈ കോട്ട എന്നായിരുന്നു. 1674 ഏപ്രിൽ മാസം വരെ ഇത് നായക് കുടുംബത്തിന്റെ കൈവശമായിരുന്നു. എന്നാൽ മറാത്ത ഭരണാധികാരിയായ വെങ്കോജി ഇത് പിടിച്ചടക്കിയതിനു ശേഷം തഞ്ചാവൂർ മറാത്തകളുടെ ഔദ്യോഗിക വസതിയായി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് ഇതിന്റെ ഘടനയിൽ വേണ്ടത്ര മാറ്റം വരുത്തിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കൊട്ടാര സമുച്ചയമാക്കി ഇത് മാറ്റിയത്. കൊട്ടാരത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ സവിശേഷകരമായ പല കാഴ്ചകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. വലിയ ഹാളുകൾ, വിശാലമായ ഇടനാഴികൾ, ബഹുനില നിരീക്ഷണ ഗോപുരങ്ങൾ, തണൽ നിറഞ്ഞൊരു മുറ്റം, അങ്ങനെ നിരവധിയായ കാഴ്ചകൾ നമുക്കിവിടെയുണ്ട്. ഈ കൊട്ടാര സമുച്ചയത്തിനുള്ളിലായി ആഴ്സണൽ ടവർ, ബെൽ ടവർ, മറാത്ത ദർബാർ ഹാൾ, സദർ മാടി, അതുപോലെ സരസ്വതി മഹൽ ലൈബ്രറി എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൂഢഗോപുരം എന്നറിയപ്പെടുന്ന ആഴ്സണൽ ടവറിന്റെ കീഴിലാണ്. ഇതിന് ഏകദേശം 192 അടിയോളം ഉയരമുണ്ട്. 8 നിലകളിലായിട്ടാണ് ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഏകദേശം 1855-ൽ നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളും അതുപോലെ വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കാവൽ ഗോപുരമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചത്. 1855-ല് ഇംഗ്ലീഷുകാര് ഈ കൊട്ടാരം പിടിച്ചടക്കിയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും 1863-ല് തിരുച്ചിറപ്പള്ളിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. 1645-ല് നായക രാജവംശത്തിൽപ്പെട്ടവർ ഈ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ ഇതിന് വെറും 2 നിലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1855-ലാണ് മറാത്തക്കാർ ഈ ഗോപുരം പുതുക്കി പണിത് ഇപ്പോഴത്തെ നിലയിലുള്ള 8 നിലകളാക്കി മാറ്റിയതും. എന്നാൽ ഇപ്പോൾ ഈ കൊട്ടാരം കാണാൻ എത്തുന്ന സന്ദർശകർക്ക് കേവലം 2 നിലകൾ മാത്രമേ കയറി കാണാനുള്ള അനുവാദമുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കൊട്ടാരത്തിന്റെ മിക്ക ഭാഗങ്ങളും ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്ദർശകർക്ക് ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കായിട്ടോ. അതായത് ഒരു ചത്ത തിമിംഗലത്തിന്റെ തലയോട്ടിയും അതുപോലെ അസ്ഥികൂടങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെ. തിമിംഗലത്തിന്റെ ആ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന ഒരു താഴികക്കുടം പോലെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അതിന്റെ മേൽഭാഗമാണ് ഇത്. ഇതിന് നേരെ താഴ്ഭാഗത്താണ് താഴികക്കുടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു താഴികക്കുടത്തിന്റെ മേൽഭാഗമാണ്. ഇനി കൊട്ടാരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്ന ആ താഴികക്കുടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ അതിന്റെ മേൽഭാഗമാണിത്. ആ താഴികക്കുടത്തിന്റെ മേൽഭാഗമാണ് ഈ കാണുന്നത്. സെർഫോജി രാജാവിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും ഒരു വസതിയായിരുന്നു ഈ ഹാള്. നാടകം, നൃത്തം, സംഗീതം, അങ്ങനെ വിവിധ കലാരൂപങ്ങളെല്ലാം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന ടൈപ്പിലുള്ള ശില്പങ്ങൾ താഴത്തെ നിലകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അത് AD 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങളാണ്. അതുപോലെ ഇതിനോടൊപ്പം തന്നെ ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ ക്ഷേത്രം കൂടി ഇതിന് സൈഡിലുണ്ട്. അതുപോലെ ഇനി നമ്മൾ അടുത്തായി പോകുന്നത് നടരാജ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഹാളിലേക്കാണ്. ഇത്രയൊക്കെയാണ് ഈ കൊട്ടാരത്തിനുള്ളിലുള്ള ഭാഗങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.